Hello, this is Gina with another current affairs and GK session by CUET Mentor. നമ്മൾ ഇന്ന് നോക്കുന്നത് 2022 കുറച്ച് കോർ ടോപ്പിക്സ് ആണ്. നമുക്ക് എക്സാമിന് ചോദിക്കാൻ ഒരുപാട് സാധ്യത കൂടിയ കുറച്ച് പോർഷൻസ് ഉണ്ട്, കുറച്ച് ഏരിയാസ് ഉണ്ട്, കുറച്ച് ഇൻസിഡൻസ് ഉണ്ട് 2022. അപ്പോൾ അത് നമ്മുടെ 23 CUET എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏരിയാസ് ആണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, നമ്മളെല്ലാവരും ന്യൂസിലൂടെ കണ്ടിരിക്കും ഈ ചീറ്റകളെ ഇന്ത്യയിലേക്ക് 70 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കാര്യം. അപ്പോൾ അതാണ് ബ്രിങ്ങിങ് ചീറ്റ ദ ഹോം, ചീറ്റ റീഇൻട്രൊഡക്ഷൻ പ്ലാൻ അല്ലെങ്കിൽ പ്രോജക്റ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതെന്താ സംഭവം? നമ്മുടെ പുരാതന കാലം മുതൽ തന്നെ, ആദിമകാലം മുതൽ തന്നെ മനുഷ്യനുമായി ഇണങ്ങി ജീവിച്ചിരുന്ന ഒരു ജീവിയാണ് അല്ലെങ്കിൽ ജന്തുവർഗമാണ് എന്ത്? ചീറ്റാസ്. ചീറ്റാസ് ക്യാറ്റിന്റെ തന്നെ ഒരു വലിയ ക്ലാസ് ആണ്. അപ്പോൾ ക്യാറ്റും ചീറ്റാസും ഒക്കെ ഒരേ ക്ലാസ്സിൽ തന്നെ വരുന്നവയാണ്. ഈ ചീറ്റാസ് നമ്മുടെ ഈജിപ്തിലുള്ള, ഫ്രാൻസിലുള്ള ഒക്കെ ഗുഹാചിത്രങ്ങളിൽ നോക്കുമ്പോൾ, ഫ്രാൻസിലും ഈജിപ്തിലും ഒക്കെ ഉള്ള ഗുഹാചിത്രങ്ങളിൽ ചീറ്റാസിന്റെ മാർക്സ് ഉണ്ട്, അതായത് ചീറ്റാസിന്റെ ചിത്രം വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും പുരാതന കാലം മുതൽ തന്നെ മനുഷ്യനുമായിട്ട് അടുത്ത് ഇടപഴകുന്ന ഒരു ജീവിയായിട്ട് ചീറ്റാസിനെ നമുക്ക് കണക്കാക്കാം. ഇന്ത്യയുമായിട്ടും ചീറ്റാസിന് വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. മുഗൾ രാജാക്കന്മാരൊക്കെ ഒരുപാട് ചീറ്റാസിനെ വേട്ടയ്ക്കായിട്ട് ഉപയോഗിച്ചിരുന്നു. അതായത് മാനിനെയും കൃഷ്ണമൃഗത്തിനെയും ഒക്കെ വേട്ടയാടി പിടിക്കുന്നതിന് കാട്ടിൽ നിന്നും തൻ്റെ അമ്മയിൽ നിന്നും പരീക്ഷണം ലഭിച്ച ചീറ്റ കുഞ്ഞുങ്ങളെ മനുഷ്യൻ പിടിച്ചുകൊണ്ട് പോയി അവർ പിന്നെ പ്രത്യേകം ട്രെയിനിങ് കൊടുത്ത് ഇവയെ വേട്ടയ്ക്കായിട്ട് ഉപയോഗിച്ചിരുന്നു. നമുക്ക് അക്ബർ ചക്രവർത്തിയുടെ കാര്യം പറയുമ്പോൾ അക്ബർ മാത്രം 1000-ഓളം ചീറ്റകളെ തൻ്റെ കീഴിൽ ഇണക്കി വളർത്തിയിരുന്നു, അല്ലെങ്കിൽ വേട്ടയ്ക്കായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അങ്ങനെ പല രീതിയിലുള്ള മനുഷ്യന്റെ ഇടപെടലുകൾ മൂലം ഇന്ത്യയിൽ ആദ്യകാലത്തുണ്ടായിരുന്ന ചീറ്റാസിന്റെ പോപ്പുലേഷനിൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടായി, അല്ലെങ്കിൽ ഡിക്ലൈൻ ഉണ്ടായി. പിന്നീട് ഒരു 1970s ഒക്കെ ആയപ്പോഴേക്കും ചീറ്റാസിന്റെ എണ്ണത്തിൽ വളരെയധികം ചീറ്റ എക്സ്റ്റിങ്ക്റ്റ് ആയി എന്ന് തന്നെ പറയാം. സെൻട്രൽ ഇന്ത്യയിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം അങ്ങിങ്ങ് ചീറ്റയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ചീറ്റയുടെ പോപ്പുലേഷൻ ഇന്ത്യയിൽ എക്സ്റ്റിങ്ക്റ്റ് ആയി എന്ന് തന്നെ പറയാം. ആ ഒരു സാഹചര്യത്തിലാണ് ചീറ്റാസിനെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തെപ്പറ്റി ഇന്ത്യൻ ഗവൺമെന്റ് ആലോചിച്ചു തുടങ്ങിയത്. പിന്നീട് ചീറ്റാസിനെ ഇന്ത്യക്ക് തരാമെന്ന് കരാറിൽ ഏർപ്പെട്ടിരുന്ന ഇറാൻ ഗവൺമെന്റ് പിന്നീട് അറബ് ഇസ്രായേൽ വോർ, ഇറാൻ വിപ്ലവം, ഇതൊക്കെ കൊണ്ട് പിന്നീട് അത് അങ്ങ് നടക്കാതെ പോവുകയായിരുന്നു. ഇപ്പോൾ ആഫ്രിക്കയിലെ നമീബിയയിൽ നിന്നും ഏഷ്യൻ ചീറ്റാസിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്രോജക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. 12 cheetahs from South Africa have been released into മധ്യപ്രദേശ് കുനോ നാഷണൽ പാർക്ക്. നമുക്ക് വേണ്ടത് കുനോ നാഷണൽ പാർക്ക് എവിടെയാണ്? നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് എവിടേക്കാണ് ചീറ്റാസിനെ റീഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നത്, ഏത് നാഷണൽ പാർക്കിലേക്കാണ് ചീറ്റ റീഇൻട്രൊഡക്ഷൻ പ്രോജക്റ്റ് വഴി ചീറ്റാസിനെ കൊണ്ടുവന്നത്? കുനോ നാഷണൽ പാർക്ക് അതെവിടെയാണ്? മധ്യപ്രദേശിലാണ് കുനോ നാഷണൽ പാർക്ക്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് കുനോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? മധ്യപ്രദേശ്. ഓർത്തിരിക്കുക, മധ്യപ്രദേശ് ആണ്. എവിടെ നിന്നാണ് ഈ ചീറ്റാസിനെ കൊണ്ടുവന്നത്? സൗത്ത് ആഫ്രിക്കയിലെ നമീബിയയിൽ നിന്നുമാണ് ഈ ചീറ്റാസിനെ കൊണ്ടുവന്നത്. ഓക്കെ, ദ ചീറ്റ റീഇൻട്രൊഡക്ഷൻ പ്രോജക്ട് വിച്ച് എയിംസ് ടു റീസ്റ്റോർ ദ പോപ്പുലേഷൻ ഓഫ് ചീറ്റാസ് ഇൻ ഇന്ത്യ ഫോർമലി ടുക്ക് ഓഫ് ഓൺ September 17. ഇനി ഇത് എന്നാ നടന്നത്? ഫസ്റ്റ് ഈ ചീറ്റാസിനെ കൊണ്ടുവന്നത് എന്നാ? September 17 എന്താ പ്രത്യേകത? നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ബർത്ത്ഡേ ആണ് എന്ന്, September 17. അപ്പോൾ September 17, 2022 ഫസ്റ്റ് ചീറ്റാസിനെ കൊണ്ടുവന്നത്. ദെൻ എങ്ങനെയാണ് ഇത് റാപ്പിഡായിട്ട് അതിന്റെ പോപ്പുലേഷൻ കുറയാൻ കാരണം? ചീറ്റാസ് ഹാവ് ബീൻ റാപ്പിഡ്ലി ഹെഡിങ് ടുവേർഡ് എക്സ്റ്റിങ്ഷൻ ആൻഡ് ആർ ക്ലാസിഫൈഡ് ആസ് എ വൾണറബിൾ സ്പീഷീസ് അണ്ടർ IUCN. IUCN എന്താ? IUCNന്റെ ഫുൾ ഫോം ചിലപ്പോൾ നമുക്ക് എക്സാമിന് GK സെക്ഷനിൽ ചോദിക്കാം. എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നതാണ് IUCNന്റെ ഫുൾ ഫോം. അത് ഓർത്ത് വെക്കണം. നമ്മൾ ഇതിവിടെ പറയാൻ കാരണം IUCNന്റെ റെഡ് ഡാറ്റ ബുക്കിൽ ത്രെട്ടൻഡ് സ്പീഷീസിനകത്തുള്ളതാണ് ഈ ചീറ്റാസ്. ഇന്ത്യൻ ചീറ്റാസ് എന്ന് പറയുന്നത് വൾണറബിൾ സ്പീഷീസ് ആണ്, ത്രെട്ടൻഡ് സ്പീഷീസ് ആയിട്ടാണ്
രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് എക്സ്റ്റിങ്ഷന്റെ വക്കിലുള്ള സ്പീഷീസ് ആയിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇൻ 1952 ദ ഇൻഡിജീനിയസ് പോപ്പുലേഷൻ വാസ് ഡിക്ലെയർഡ് ഒഫീഷ്യലി എക്സ്റ്റിങ്ക്ട്. 1952 നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന ചീറ്റ പോപ്പുലേഷൻ ഒഫീഷ്യലി എക്സ്റ്റിങ്ക്ട് ആയിട്ട് പ്രഖ്യാപിച്ചു. ഡ്യൂ ടു പോച്ചിങ് ആൻഡ് ഹാബിറ്റാറ്റ് ലോസ്, ദോ എ ഫ്യൂ sporadic sightings continued to be reported from central India. സെൻട്രൽ ഇന്ത്യയിൽ അങ്ങിങ്ങ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇൻഡിജീനിയസ് പോപ്പുലേഷൻ ഒഫീഷ്യലി എക്സ്റ്റിങ്ക്ട് ആണ് എന്ന് പ്രഖ്യാപിച്ചത് 1952 mid-1970s കൂടി കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്നും ചീറ്റാസിന്റെ എണ്ണം ഡിക്ലൈൻ ആയിട്ട്. ഇനി ചീറ്റ റീഇൻട്രൊഡക്ഷൻ പ്രോജക്റ്റ് എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വന്നത്? ദ ഫസ്റ്റ് ബാച്ച് ഓഫ് ചീറ്റാസ് അറൈവ്ഡ് ഇൻ ഇന്ത്യ ഓൺ September 17, 2022. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി റിലീസ്ഡ് ദ ചീറ്റാസ് ഇൻ Kuno National Park. The second batch of cheetahs arrived in India on February 18, 2023. അപ്പോൾ ഈ ഇയറിലാണ് സെക്കൻഡ് ബാച്ച് വന്നത്. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓർക്കേണ്ട കാര്യം, കുനോ നാഷണൽ പാർക്ക് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. പിന്നെ എവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്നത്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് കൊണ്ടുവന്നത്. ചീറ്റ റീഇൻട്രൊഡക്ഷൻ പ്രോജക്റ്റ് എന്നാണ് ഇതിന്റെ പേര്. ഇൻട്രൊഡ്യൂസ് ചെയ്തത് നരേന്ദ്രമോദിയുടെ ബർത്ത്ഡേ ആയിട്ടുള്ള September 17 Then second batch. The second batch of cheetahs arrived in the India on February 18, 2023. They were released by, ഇവിടെ ഒരു ചോദ്യമുണ്ട്, മധ്യപ്രദേശ് ചീഫ് മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ. അപ്പോൾ ചീഫ് മിനിസ്റ്റേഴ്സ്, പ്രസിഡന്റ്സ് ഇതൊക്കെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം. മധ്യപ്രദേശ് ചീഫ് മിനിസ്റ്റർ ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാൻ. അതായത് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രസിഡന്റ്, ചീഫ് മിനിസ്റ്റർ അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. ആ ഏരിയയിൽ നിന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരിക. ഇവിടെ നോക്കിയേ, മധ്യപ്രദേശിലെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാൻ. അദ്ദേഹമാണ് സെക്കൻഡ് ബാച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദി ക്വാറന്റൈൻ എൻക്ലോഷേഴ്സ് ഓഫ് കുനോ നാഷണൽ പാർക്ക്. ദി കുനോ നാഷണൽ പാർക്ക് ഇൻ മധ്യപ്രദേശ് വാസ് ഐഡന്റിഫൈഡ് ഫോർ റീഇൻട്രൊഡക്ഷൻ ബിക്കോസ് ഓഫ് ഇറ്റ്സ് സ്യൂട്ടബിൾ ഹാബിറ്റാറ്റ്, അഡിക്വേറ്റ് പ്രേ ബേസ് ആൻഡ് ലാക്ക് ഓഫ് ഹ്യൂമൻ സെറ്റിൽമെന്റ്. എന്തുകൊണ്ടാ കുനോ നാഷണൽ പാർക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം? അവിടെ ഹ്യൂമൻ സെറ്റിൽമെന്റ് കുറവാണ്. പിന്നെ എന്താ? സ്യൂട്ടബിൾ ഹാബിറ്റാറ്റ്. ഈ ചീറ്റാസിന് വളരാനായിട്ടുള്ള സ്യൂട്ടബിൾ ഹാബിറ്റാറ്റ്. വലിയ ഇടതൂർന്ന വനത്തിലൊന്നും അല്ല ചീറ്റാസിന്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. പുൽമേടും കുറ്റിച്ചെടികളും നിറഞ്ഞ ആ ഒരു സാവന്ന ലൈക്ക് പ്രദേശമാണ് എന്ത്? ചീറ്റാസിന്റെ സ്യൂട്ടബിൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹാബിറ്റാറ്റ് ഉണ്ടായിരുന്നത് കുനോ നാഷണൽ പാർക്കിലാണ്. അതുപോലെ തന്നെ അഡിക്വേറ്റ് പ്രേ ബേസ് ഉണ്ട് അവിടെ. പിന്നെ ഹ്യൂമൻ സെറ്റിൽമെന്റും കുറവാണ്. അതുകൊണ്ടാണ് കുനോ നാഷണൽ പാർക്ക് തന്നെ സെലക്ട് ചെയ്യാൻ കാരണം. അടുത്ത ടോപ്പിക്കാണ് നമ്മുടെ 15th പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. 15th പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ആര് സെലക്ട് ആയിട്ടുണ്ട്? ദ്രൗപദി മുർമു. ആരാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാ? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ദ്രൗപദി മുർമു ആണ്. ഒരുപാട് റെക്കോർഡ്സ് ഓടുകൂടിയാണ് ഈ ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടന്നത്. കാരണം ദ്രൗപദി മുർമു എന്ന് പറയുന്നത് ആരാ? ഇന്ത്യസ് ഫസ്റ്റ് ട്രൈബൽ പ്രസിഡന്റ് ആണ്. സെക്കൻഡ് വുമൻ പ്രസിഡന്റ് ആണ്. അതുപോലെ ഫസ്റ്റ് ട്രൈബൽ പ്രസിഡന്റ് ആണ് ആര്? ദ്രൗപദി മുർമു. അപ്പോൾ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഇപ്പൊ നോക്കിയേ, ദ്രൗപദി മുർമു ഹാസ് ബിക്കം ഇന്ത്യസ് ഫസ്റ്റ് ട്രൈബൽ പ്രസിഡന്റ്. ഇന്ത്യയുടെ ഫസ്റ്റ് ട്രൈബൽ പ്രസിഡന്റ് ആണ് ആര്? ദ്രൗപദി മുർമു. ഈ പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ്. ഫസ്റ്റ് ട്രൈബൽ പ്രസിഡന്റ് ആരാ? ഇങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഇന്ത്യയുടെ 15th പ്രസിഡന്റ് ആരാ എന്ന് ചോദിക്കുന്നതിനേക്കാൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. ഇന്ത്യസ് ഫസ്റ്റ് ട്രൈബൽ പ്രസിഡന്റ് ആരാ? ഗോത്രവർഗത്തിൽ നിന്ന് വന്ന ആദ്യത്തെ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു. ആൻഡ് ഓൾസോ ദ യങ്ങസ്റ്റ് ടു ഓക്കുപൈ ദ ടോപ്പ് പോസ്റ്റ്. അതുപോലെ എന്താണ്? യങ്ങസ്റ്റ് രാഷ്ട്രപതിയുമാണ്, യങ്ങസ്റ്റ് പ്രസിഡന്റുമാണ് ആര്? ഈ പോസ്റ്റിലേക്ക് എത്തിയ യങ്ങസ്റ്റ് വ്യക്തിയാണ് ആര്? ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താ? സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതിയും കൂടിയാണ്. അതായത് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ് ആര്? നമ്മുടെ ദ്രൗപദി മുർമു. അപ്പോൾ യങ്ങസ്റ്റ് ടു ഓക്കുപൈ ദ ടോപ്പ് പോസ്റ്റ് ആരാണ്? ദ്രൗപദി മുർമു ആണ്. ഫസ്റ്റ് ട്രൈബൽ പ്രസിഡന്റ് ആരാണ്? ദ്രൗപദി മുർമു ആണ്. ദെൻ ഷീ ഈസ് ദ സെക്കൻഡ് വുമൺ പ്രസിഡന്റ്. അത് നമ്മൾ പറഞ്ഞല്ലോ. ഫസ്റ്റ് ആരാ? പ്രതിഭ പാട്ടീലാണ് ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സെക്കൻഡ് ആരാ? ഷീ ഈസ് ദ സെക്കൻഡ് വുമൺ പ്രസിഡന്റ് ആരാണ്? ദ്രൗപദി മുർമു ആണ് സെക്കൻഡ് വുമൺ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എവർ ട്രൈബൽ വുമൺ ടു ഹോൾഡ് ദ ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ആൻഡ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ടു ബി ബോൺ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. നമ്മൾ പറഞ്ഞല്ലോ, ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ബോൺ ചെയ്ത ഫസ്റ്റ് പ്രസിഡന്റ്. അതുപോലെ തന്നെ ഫസ്റ്റ് എവർ ട്രൈബൽ വുമൺ ടു ഹോൾഡ് ദ ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ്. ഇതിനെല്ലാം അർഹയാണ് ആര്?
ദ്രൗപദി മുർമു. ഇതാണ് ദ്രൗപദി മുർമു, എല്ലാവർക്കും അറിയാലോ. ഇനി ദ്രൗപദി മുർമു ജനിച്ച സ്റ്റേറ്റ് ഏതാ? ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്നു. അതുകൊണ്ട് ജാർഖണ്ഡ് എന്ന് എഴുതാൻ പാടില്ല. ഒഡീഷയാണ് ദ്രൗപദി മുർമുവിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒഡീഷ സ്റ്റേറ്റിലാണ് ജനിച്ചത്. ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്നു. രണ്ടും കൂടി മാറിപ്പോകരുത്. ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്നു. ഒഡീഷയാണ് അവരുടെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത്, സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് പോയിന്റ്സ് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് നോക്കാം. ദ 64-year-old ദ്രൗപദി മുർമു വാസ് ബോൺ ഇൻ ഒഡീഷാസ് മയൂർഭഞ്ച് ഡിസ്ട്രിക്ട് ടു എ ഫാമിലി ബിലോങ്ങിങ് ടു സാന്താൾ ട്രൈബ്സ്. അതപ്പോൾ ഏത് ട്രൈബൽ വിഭാഗത്തിൽ പെട്ടതാണ് ദ്രൗപദി മുർമു എന്ന് ചോദിക്കാം. സാന്താൾ ട്രൈബാണ് കേട്ടോ. സാന്താൾ ട്രൈബ്, സാന്താൾ ഗോത്രത്തിൽപ്പെട്ട ആളാണ് ആര്? ദ്രൗപദി മുർമു. അതുപോലെ ഒഡീഷയാണ് സ്റ്റേറ്റ്, മയൂർഭഞ്ച് ഡിസ്ട്രിക്റ്റിലാണ് അവര് ജനിച്ചത്. സാന്താൾസ് ആണ് ആര്? തേർഡ് ലാർജസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ. തേർഡ് ലാർജസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സാന്താൾസ് ആണ്. ഗോൺസും ഭീൽസും കഴിഞ്ഞിട്ട് പിന്നെ ലാർജസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? സാന്താൾസ് ആണ്. സാന്താൾ കലാപം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് സാന്താൾ ഗോത്രവർഗ്ഗക്കാര് ബ്രിട്ടീഷുകാരോട് ചെറുത്തു നിന്നതും അവർക്കെതിരെ യുദ്ധം ചെയ്ത കാര്യമൊക്കെ നമുക്ക് ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗോത്രത്തിൽ നിന്നുള്ള ഒരു വ്യക്തി തന്നെ നമ്മുടെ ഇന്ത്യയുടെ പരമോന്നത പദത്തിലെത്തി എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. The population is mostly distributed in Odisha, Jharkhand and West Bengal. സാന്താൾസ് എവിടെയൊക്കെ കാണപ്പെടുന്നുണ്ട്? ഒഡീഷയിൽ, ജാർഖണ്ഡിൽ, വെസ്റ്റ് ബംഗാളിലും ഒക്കെ സാന്താൾ ഗോത്രം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ദ്രൗപദി മുർമു ആരാ? സെക്കൻഡ് വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, 15th പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ദെൻ ഫസ്റ്റ് ട്രൈബൽ പ്രസിഡന്റ്, യങ്ങസ്റ്റ് പ്രസിഡന്റ്, അതുപോലെ എന്താ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ്. ദെൻ അവര് ജനിച്ച സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒഡീഷയാണ്. അപ്പൊ നമ്മൾ 2 സ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞു. കുനോ നാഷണൽ പാർക്ക് ഏത് സ്റ്റേറ്റിലാണ്? മധ്യപ്രദേശ്. ദ്രൗപദി മുർമു ജനിച്ചത് ഏത് സ്റ്റേറ്റിലാണ്? ഒഡീഷ. ദ്രൗപദി മുർമു എവിടത്തെ ഗവർണർ ആയിരുന്നു? ജാർഖണ്ഡിലെ ഫോർമർ ഗവർണർ ആയിരുന്നു. ദെൻ പിന്നെ ഏതാ ട്രൈബ്? സാന്താൾ. സാന്താൾ ട്രൈബിന്റെ പ്രത്യേകത പറഞ്ഞു. തേർഡ് ലാർജസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ ആണ്. പിന്നെ അവര് എന്താ സാന്താൾ കലാപം ഒക്കെ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, മുർമു ഇസ് ദ സെക്കൻഡ് പേഴ്സൺ ബിലോങ്ങിങ് ടു എ ഷെഡ്യൂൾഡ് ട്രൈബ് ടു ബി നോമിനേറ്റഡ് ആസ് എ കാൻഡിഡേറ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഷീ സെർവ്ഡ് ആസ് ദ 9th ഗവർണർ ഓഫ് ജാർഖണ്ഡ്. അപ്പോൾ ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്നു, നമ്മൾ പറഞ്ഞു 9th ഗവർണർ ആയിരുന്നു ഫ്രം 2015 to 21 വരെ. As a member of the BJP, she was elected to the state assembly twice in 2000 and in 2009 from the reintroduction seat. reintroduction സീറ്റിൽ നിന്നും അവര് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് 2 പ്രാവശ്യം സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് BJPയുടെ മെമ്പറായിട്ട്. ദെൻ INS വിക്രാന്ത്. INS വിക്രാന്ത് നമ്മൾ ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു അല്ലെ, കഴിഞ്ഞ വർഷം കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. എന്താ INS വിക്രാന്തിന്റെ പ്രത്യേകത? ഇൻഡിജീനിയസ് ആയിട്ട് നിർമ്മിച്ച എയർക്രാഫ്റ്റ് കാരിയർ ആണ് ആര്? എന്ത്? INS വിക്രാന്ത് എന്ന് പറയുന്നത്. ഇന്ത്യ എക്സ്പീരിയൻസ്ഡ് എ ഹിസ്റ്റോറിക് ഡേ ഓൺ September 2, 2022. Indian naval ship INS Vikrant, the country's first aircraft carrier built domestically or indigenously. നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ എയർക്രാഫ്റ്റ് കാരിയർ ആണ് ആര്? INS വിക്രാന്ത്. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ്. അത് വാസ് കമ്മീഷൻ ബൈ ദ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ കഴിഞ്ഞ വർഷം അത് കമ്മീഷൻ ചെയ്തു. അപ്പോൾ നമ്മുടെ കൺട്രീസ് ഫസ്റ്റ് എയർക്രാഫ്റ്റ് കാരിയർ ബിൽറ്റ് ഇൻഡിജീനിയസ്ലി എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? INS വിക്രാന്ത് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്മുടെ വിമാനവാഹിനി കപ്പലും എന്തായിരുന്നു? INS വിക്രാന്ത് ആയിരുന്നു. അത് പക്ഷേ നമ്മൾ ഇൻഡിജീനിയസ്ലി ഡിസൈൻ ചെയ്തതല്ല, നമ്മൾ വേറെ കൺട്രിയിൽ നിന്നും വാങ്ങിയതാണ്. പിന്നീട് അത് ഡീകമ്മീഷൻ ചെയ്തിട്ട് സ്ക്രാപ്പിലേക്ക് കൊടുക്കുകയായിരുന്നു. അതിൻ്റെ പാഴ്സൊക്കെ ഒരു കമ്പനിയുടെ ബൈക്കിലൊക്കെ ഉപയോഗിച്ചിരുന്ന കാര്യമൊക്കെ നമുക്കറിയാം അല്ലേ. വിക്രാന്ത് എന്ന് പറഞ്ഞിട്ട് ബജാജിന്റെ ഒരു ബൈക്കൊക്കെ ഇറങ്ങിയിരുന്നു, ഓർക്കുന്നുണ്ടോ? പിന്നീട് വീണ്ടും നമ്മൾ ആ നെയിം തന്നെ സ്വീകരിക്കുകയായിരുന്നു. നമ്മൾ ഇൻഡിജീനിയസ്ലി നിർമ്മിച്ച ഫസ്റ്റ് എയർക്രാഫ്റ്റ് കാരിയറിന് നമ്മൾ ആ വിക്രാന്ത് എന്ന നെയിം തന്നെ നമ്മൾ സ്വീകരിക്കുകയായിരുന്നു. എവിടെയാണ് ഇത് നിർമ്മിച്ചത്? കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് കേട്ടോ. അതും ഓർത്തിരിക്കണം, അതും ഒരു പോയിന്റ് ആണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് INS വിക്രാന്ത് വികസിപ്പിച്ചെടുത്തത്. Okay, this success represents a significant turning point for the Make in India program. The Indian Navy now has 2 aircraft carriers in its fleet, the other being INS വിക്രമാദിത്യ. അതുപോലെ നമുക്ക് ഇനി വേറൊരു എയർക്രാഫ്റ്റ് കാരിയർ കൂടി ഉണ്ട്, INS വിക്രമാദിത്യ. വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് INS വിക്രാന്ത്. INS വിക്രാന്ത് കൂടി ആയപ്പോൾ 2
ഷിപ്സായി. ഫ്ലീറ്റ് എന്താ? നമ്മൾ ഗ്രൂപ്പ് ഓഫ്, ഇംഗ്ലീഷിന്റെ ഭാഗത്ത് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്. ഗ്രൂപ്പ് ഓഫ് ഷിപ്സിനെയാണ് നമ്മൾ എന്താ ഫ്ലീറ്റാ പറയാ, ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് എന്നാ പറയാം. ഓക്കെ, കളക്റ്റീവ് നൗൺ ആണ്. ഷിപ്പിന്റെ കളക്റ്റീവ് നൗൺ ആണ് എന്ത്? ഫ്ലീറ്റ്. The INS Vikrant is an aircraft carrier currently in use by the Indian Navy. It is the first carrier to be built indigenously, having been constructed by the Cochin Shipyard Limited in Kerala. അപ്പോൾ ഫസ്റ്റ് കാരിയർ ടു ബി ബിൽറ്റ് ഇൻഡിജീനിയസ്ലി ആണ്. അതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ഇത്. ഇന്ത്യ തദ്ദേശീയമായിട്ട് ഡിസൈൻ ചെയ്ത് വികസിപ്പിച്ചെടുത്ത, നമ്മൾ തന്നെ നിർമ്മിച്ച എയർക്രാഫ്റ്റ് കാരിയർ ആണ്. ഫസ്റ്റ് എയർക്രാഫ്റ്റ് കാരിയർ ആണ് ആര്? INS വിക്രാന്ത്. അതെവിടെയാണ് നിർമ്മിച്ചത്? കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. ഓക്കെ, The vessel is named after India's inaugural aircraft carrier. നമ്മുടെ ഫസ്റ്റ് എയർക്രാഫ്റ്റ് കാരിയർ, പക്ഷെ നമ്മളത് വേറെ കൺട്രിയിൽ നിന്ന് വാങ്ങിയതായിരുന്നു. ദി INS വിക്രാന്ത് 1961 ഒരു INS വിക്രാന്ത് ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് നെയിം ഡിറൈവ്സ് ഫ്രം ദ സാൻസ്ക്രിറ്റ് വേർഡ് ഫോർ കറേജിയസ്. കറേജിയസ് എന്ന് മീനിങ് വരുന്ന സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് നമ്മൾ ഈ വിക്രാന്ത് എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ മോട്ടോയും സാൻസ്ക്രിറ്റിലാണ്. എന്താ അതിന്റെ മീനിങ് എന്ന് പറയുന്നത്? ഐ ഡിഫീറ്റ് ദോസ് ഹു ഫൈറ്റ് അഗെയിൻസ്റ്റ് മീ. എന്നോട് യുദ്ധം ചെയ്യാൻ വരുന്നവരെ ഞാൻ പരാജയപ്പെടുത്തും എന്ന മോട്ടോയോട് കൂടിയാണ് INS വിക്രാന്ത് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ മോട്ടോ ശ്രദ്ധിക്കണം, ഐ ഡിഫീറ്റ് ദോസ് ഹു ഫൈറ്റ് അഗെയിൻസ്റ്റ് മീ. അതുപോലെ മീനിങ് എന്താ? കറേജിയസ് എന്ന മീനിങ് വരും. ഫസ്റ്റ് 1961 കപ്പലിന്റെ നെയിം തന്നെയാണ് നമ്മൾ ഇപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത്, INS വിക്രാന്ത്. അതുപോലെ ഇത് എവിടെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് നിർമ്മിച്ചത്. ഫസ്റ്റ് കാരിയർ ടു ബി ബിൽറ്റ് ഇൻഡിജീനിയസ്ലി. നമ്മുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഫസ്റ്റ് എയർക്രാഫ്റ്റ് കാരിയർ ആണ് ആര്? INS വിക്രാന്ത്. ഓക്കെ, ഇനോഗ്രേഷൻ ഓഫ് കർത്തവ്യപഥ്. നമ്മുടെ ഡൽഹിയിലെ രാജ്പഥിന്റെ നെയിം ഇപ്പോൾ റീനെയിം ചെയ്ത് കർത്തവ്യപഥ് എന്നാക്കിയിട്ടുണ്ട്. അതിന് കാരണം രാജ്പഥ് കിങ്സ്വേ ആയിരുന്നു, പിന്നീട് സ്വാതന്ത്ര്യത്തോടു കൂടി അത് രാജ്പഥ് എന്നാക്കി പേര്. അതിപ്പോഴും ആ കൊളോണിയൽ ഒരു സിമ്പലാണ്, കൊളോണിയലിസത്തിന്റെ ഒരു സിമ്പലാണ് എന്നത് മാറ്റുന്നതിനായിട്ടാണ് മോദി എന്താ ചെയ്തത്? പേര് കർത്തവ്യപഥ് എന്നാക്കിയിട്ടുണ്ട്. അപ്പൊ രാജ്പഥിന്റെ പേരാണ് കർത്തവ്യപഥ് എന്നാക്കിയതെന്ന് ഓർക്കുക. പിന്നെ ആ കൊളോണിയലിസത്തിന്റെ ആ സിമ്പലായിട്ട് അത് വേണ്ട, നമുക്ക് നമ്മുടെ രാജ്യത്തോടുള്ള ഡ്യൂട്ടീസ് ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ കർത്തവ്യപഥ്, രാജ്പഥ് എന്നുള്ളത് മാറ്റി. ഇപ്പൊ നമുക്ക് കിങ് ഇല്ലല്ലോ, അപ്പൊ ആ രാജ്പഥ് എന്നുള്ളത് മാറ്റിയിട്ട് കർത്തവ്യപഥ് എന്നാക്കിയിട്ടുണ്ട്. The central avenue from Rashtrapati Bhavan to India Gate and the Central Vista Lawns has been renamed on September 7, 2022 in accordance with the New Delhi Municipal Council. അതാ NDMCയുടെ ഭാഗമായിട്ടാണ്. NDMC ആണ് ഇതെന്താ, അവരോട് ജോയിൻ ചെയ്തിട്ടാണ് എന്താ ഈ നെയിം റീനെയിം ചെയ്തിരിക്കുന്നത്. ദ സിവിക് ബോഡി ഇൻ ചാർജ് ഓഫ് ദ ന്യൂഡൽഹി റീജിയൻ. ന്യൂഡൽഹി റീജിയനിലെ സിവിക് ബോഡിയാണ് ആര്? ന്യൂഡൽഹി മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറയുന്നത്. അവരാണ് ഇതിന്റെ നെയിം റീനെയിം ചെയ്തത്. ദ ന്യൂ നെയിം കർത്തവ്യപഥ്. കർത്തവ്യപഥ് ആണ് ന്യൂ നെയിം. അപ്പൊ എന്തായിരുന്നു? രാജ്പഥ് ആയിരുന്നു. ഇപ്പൊ കിങ് ഇല്ലല്ലോ, രാജാവില്ല. അപ്പോൾ രാജ്പഥ് മാറ്റി കർത്തവ്യപഥ്, നമുക്ക് ഇന്ത്യയോടുള്ള കർത്തവ്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ കർത്തവ്യപഥ് എന്നാക്കിയിട്ടുണ്ട്. കൺഫേംസ് വിത്ത് പ്രൈം മിനിസ്റ്റർ മോദീസ് അറ്റംപ്റ്റ് ടു എലിമിനേറ്റ് നെയിംസ് ആൻഡ് സിംബൽസ് ഇൻഡിക്കേറ്റീവ് ഓഫ് കൊളോണിയലിസംസ് ലേറ്റർ ഡേയ്സ് ആൻഡ് ദ ബ്രിട്ടീഷ് എംപയർ. ആ ഓർമ്മകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആ കൊളോണിയലിസത്തിന്റെ സിംബൽസ് ഒന്നും വേണ്ട, ബ്രിട്ടീഷ് എംപയറിന്റെ ഓർമ്മകളൊന്നും വേണ്ട. അതുകൊണ്ട് രാജ്പഥ് മാറ്റി കർത്തവ്യപഥ് എന്നാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓർക്കേണ്ട കാര്യം, രാജ്പഥിന്റെ നെയിമാണ് കർത്തവ്യപഥ് എന്നായിട്ടുള്ളത്. ഇതാണ് ഡൽഹിയിലെ രാജ്പഥ്. ഇനി മുതൽ ഇത് രാജ്പഥ് അല്ല, കർത്തവ്യപഥാണ്. ഓക്കെ, ദെൻ നൊബേൽ പ്രൈസ് 2022 നൊബേൽ പ്രൈസ് വിന്നേഴ്സ് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ആരൊക്കെയാണ്, ഏതൊക്കെ സബ്ജക്റ്റിനാണ്, ഏത് ഫീൽഡിനാണ്, എന്തിനാണ് അവർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി വെച്ചിരിക്കണം. അവാർഡ്സിന്റെ സെക്ഷനിൽ ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. 14 ലൊറേറ്റ്സിനാണ് ഇത്തവണ നൊബേൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. അത് എന്തിനൊക്കെയാണ്, എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, in 2022, the Nobel Prizes were given to 14 laureates for their contributions that had the most positive impact on humanity. ഹ്യൂമാനിറ്റിയിൽ മോസ്റ്റ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ 14 പേർക്കാണ് ഇത്തവണ നൊബേൽ പ്രൈസ് നൽകിയിരിക്കുന്നത്. ദ റിസർച്ച് എൻകംപസസ് എവറിത്തിങ് ഇൻക്ലൂഡിംഗ് വാർ ക്രൈം ഡോക്യുമെന്റേഷൻ, കെമിസ്ട്രി, പാലിയോജീനോമിക്സ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ആദ്യം ഫിസിക്സിൽ
ഭൗതിക ശാസ്ത്രത്തിന് അല്ലെങ്കിൽ ഫിസിക്സിൽ 3 പേർക്കാണ് നൊബേൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ആർക്കൊക്കെയാ? അലൈൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലൗസർ ആൻഡ് ആന്റോൺ സെയ്ലിംഗർ. അലൈൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലൗസർ ആൻഡ് ആന്റോൺ സെയ്ലിംഗർ, ഈ 3 പേർക്കാണ് ഫിസിക്സിൽ നൊബേൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ക്വാണ്ടം മെക്കാനിക്സിലുള്ള പഠനങ്ങൾക്കാണ് ഇവർക്ക് എന്ത് കിട്ടിയത്? നൊബേൽ പ്രൈസ് കിട്ടിയത്. അപ്പോൾ ഫിസിക്സ് ആണ് നോക്കുക. ഫിസിക്സിൽ എന്താ? ക്വാണ്ടം മെക്കാനിക്സിലാണ് ഫോർ ദ വർക്ക് ഓൺ എൻറ്റാങ്കിൾഡ് ഫോട്ടോൺ എക്സ്പെരിമെന്റ്സ് പ്രൂവിംഗ് ദ വയലേഷൻ ഓഫ് ബെൽ ഇനിക്വാലിറ്റീസ്, ഫോട്ടോൺ എക്സ്പെരിമെന്റ്, ബെൽ ഇന്നിക്വാലിറ്റി ആൻഡ് ഡെവലപ്പിംഗ് ദ ഫീൽഡ് ഓഫ് ക്വാണ്ടം ഇൻഫർമേഷൻ സയൻസ്. ഈ 3 വേർഡ്സ് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. എന്താ? ഫോട്ടോൺ. ഫോട്ടോണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിക്കുന്ന നമുക്കറിയാവുന്ന ഒരു വേർഡ് എന്താ? ഫോട്ടോൺസ് ആണ്. പാക്കറ്റ്സ് ഓഫ് ലൈറ്റ്സ് ആണ് എന്ത്? ഫോട്ടോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോൺ എക്സ്പെരിമെന്റ്സിലൂടെ അതുപോലെ ബെൽ ഇനിക്വാലിറ്റീസിന്റെ വയലേഷൻസ് പ്രൂവ് ചെയ്തു അവര്. എന്താ? ക്വാണ്ടം ഇൻഫർമേഷൻ സയൻസിന്റെ ഫീൽഡിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ ആർക്ക് കഴിഞ്ഞു? അലൈൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലൗസർ, ആന്റൺ സെയ്ലിംഗർ. ഇവരുടെ ഈ പഠനങ്ങൾക്കാണ് ഫിസിക്സിൽ അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിലുള്ള 2022 നൊബേൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. ദെൻ കെമിസ്ട്രി. കെമിസ്ട്രിയിൽ ആർക്കാ? കരോലിൻ ബെർട്ടോസി, മോർട്ടൻ മെൽഡാൽ, ബാരി ഷാർപ്ലെസ്. ഈ ബാരി ഷാർപ്ലെസ് ഇമ്പോർട്ടന്റ് ആണ്. ബാരി ഷാർപ്ലെസിന് 2ാമത്തെ പ്രാവശ്യമാണ് കെമിസ്ട്രിയിൽ നൊബേൽ പ്രൈസ് ലഭിക്കുന്നത്. അപ്പോൾ നോക്കിയേ, കെമിസ്ട്രിയിൽ തന്നെ 2ാമത്തെ പ്രാവശ്യം നൊബേൽ പ്രൈസ് ലഭിച്ച വ്യക്തിയാണ് ആര്? ബാരി ഷാർപ്ലെസ്. അപ്പോൾ ആർക്കൊക്കെയാ കെമിസ്ട്രിയിൽ നൊബേൽ പ്രൈസ് കിട്ടിയത്? കരോലിൻ ബെർട്ടോസി, മോർട്ടൻ മെൽഡാൽ, ബാരി ഷാർപ്ലെസ്. നിങ്ങൾ ഈ നെയിംസ് ഓർത്ത് വെക്കണം കേട്ടോ. ഈ നെയിംസ് തന്നിട്ട് ആർക്കാണ് അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ നൊബേൽ പ്രൈസ് കിട്ടിയത് താഴെ തന്നിരിക്കുന്നവയിൽ ആർക്കാണ് എന്ന് ചോദിച്ചാൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കോഡ് ഉണ്ടാക്കി ഇത് ഓർത്ത് വെക്കുക. ഫിസിക്സിൽ ആരൊക്കെയാ? അലൈൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലൗസർ, ആന്റൺ സെയ്ലിംഗർ. ദെൻ കെമിസ്ട്രിയിൽ ആരാ? കരോലിൻ ബെർട്ടോസി, മോർട്ടൻ മെൽഡാൽ, ബാരി ഷാർപ്ലെസ്. ബാരി ഷാർപ്ലെസ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ചിലപ്പോൾ അതാണെങ്കിലോ കെമിസ്ട്രിയിൽ 2ാമത്തെ പ്രാവശ്യമാണ് പുള്ളിക്ക് നൊബേൽ പ്രൈസ് കിട്ടുന്നത്, ബാരി ഷാർപ്ലെസിന്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ്, ക്ലിക്ക് കെമിസ്ട്രിയിലുള്ള എസ്റ്റാബ്ലിഷ്മെന്റിലാണ് ഇവർക്ക് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ഫൗണ്ടേഷൻസ് ഓഫ് ക്ലിക്ക് കെമിസ്ട്രി ആൻഡ് ബയോ ഓർത്തഗണൽ കെമിസ്ട്രി. ബയോ ഓർത്തഗണൽ കെമിസ്ട്രി, ക്ലിക്ക് കെമിസ്ട്രി. ക്ലിക്ക് കെമിസ്ട്രി, ബയോ ഓർത്തഗണൽ കെമിസ്ട്രി ഓർത്തിരിക്കുക. അതുപോലെ ഇവിടെ എന്താ? ഫോട്ടോൺ എക്സ്പെരിമെന്റ്സ്, വയലേഷൻ ഓഫ് ബെൽ ഇനിക്വാലിറ്റീസ്, ദെൻ എന്താ? ക്വാണ്ടം ഇൻഫർമേഷൻ സയൻസ്. അപ്പോൾ ഫിസിക്സും ആയി, കെമിസ്ട്രി ആയി. അപ്പോൾ അടുത്തതാണ് ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ. ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിന് ആർക്കാ? സ്വാൻഡെ പാബോ. സ്വാൻഡെ പാബോക്കാണ് മെഡിസിനിലുള്ള വൈദ്യശാസ്ത്രത്തിലുള്ള നൊബേല് ഇത്തവണ ലഭിച്ചത്. ഫോർ ഹിസ് റിസർച്ച് ഓൺ ദ എക്സ്റ്റിങ്ക്ട് ഹോമിനിഡ് ജീനോംസ് ആൻഡ് ദ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ്. അതായത് ആദിമ നരവിഭാഗത്തിന്റെ ജീനോമിക്സിലുള്ള പഠനത്തിനാണ് അദ്ദേഹത്തിന് എന്താ? ഫിസിയോളജി അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിനുള്ള മെഡിസിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. എന്താ? ഫോർ ദ റിസർച്ച് ഓൺ ദ എക്സ്റ്റിങ്ക്ട് ഹോമിനിഡ് ജീനോംസ്. എക്സ്റ്റിങ്ക്ട് ഹോമിനിഡ് ജീനോംസ്, അത് ജനിതക ഘടനയിലുള്ള ആദിമ മനുഷ്യന്റെ ജനിതക ഘടനയിലുള്ള പഠനത്തിനാണ് എന്ത് കിട്ടിയത്? സ്വാൻഡെ പാബോക്ക് 2022 ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ വിഭാഗത്തിലുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. ദെൻ ലിറ്ററേച്ചർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ലിറ്ററേച്ചർ എപ്പോഴും ചോദിക്കാൻ എളുപ്പം, ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ ലിറ്ററേച്ചർ ആണ് സാധാരണ എക്സാംസിനൊക്കെ ചോദിച്ചു വരുന്നത്. ഇത് ഓർത്ത് വെച്ചിരിക്കുക. ആനി എർണോക്സിനാണ് ലിറ്ററേച്ചറിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. ലിറ്ററേച്ചറിനുള്ള നൊബേൽ പ്രൈസ് ആർക്കാ ലഭിച്ചത്? ആനി എർണോക്സ് ഫോർ ദ ബ്രേവറി ആൻഡ് ക്ലിനിക്കൽ equity with which she reveals the origins, strengthens and collective restrictions of personal memory. അപ്പോൾ അവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ബുക്കാണ് ദി ഇയർ എന്നുള്ളത്. ദി ഇയർ എന്ന ബുക്ക് ആരുടേതാണ്? ആനി എർണോക്സ്. ആനി എർണോക്സിൻ്റെ ഫേമസ് ബുക്കാണ് ദ ഇയർ എന്നുള്ളത്. നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ആയിരുന്നു. ഓക്കെ. ദെൻ ഇക്കണോമിക്സ്. ഇക്കണോമിക്സിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് ആർക്കാണ് ലഭിച്ചത്? ബെന്നസ് ബെർനാൻക്, ഡഗ്ലസ് ഡബ്ല്യു ഡയമണ്ട്, ഫിലിപ്പ് ഡിബ്വിക്, ഡഗ്ലസ് ഡബ്ല്യു ഡയമണ്ട്, ബെൻ എസ് ബെർനാൻക് എന്നിവർക്കാണ് എക്കണോമിക്സിലുള്ള അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. ഫോർ റിസർച്ച് ഓൺ ഫിനാൻഷ്യൽ ക്രൈസിസ് ആൻഡ് ബാങ്ക്സ്. ഫിനാൻഷ്യൽ ക്രൈസിസും ബാങ്ക്സിലുള്ള റിസർച്ചിലാണ് എന്ത് ലഭിച്ചത്? അവർക്ക് നൊബേൽ ലഭിച്ചത്. അപ്പോൾ ഓർത്തിരിക്കുക, ലിറ്ററേച്ചറിനുള്ള നൊബേൽ പ്രൈസ് ആർക്കാണ്? ആനി എർണോക്സ്. അവരുടെ എന്താണ് ഒരു ഫേമസ് ബുക്കായിരുന്നു ദ ഇയർ എന്നുള്ളത്. മെഡിസിൻ അല്ലെങ്കിൽ ഫിസിയോളജിക്ക് നൊബേൽ പ്രൈസ് കിട്ടിയത് സ്വാൻഡെ പാബോ. എക്സ്റ്റിങ്ക്ട് ഹോമിനിഡ് ജീനോംസിലുള്ള
പഠനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കുമാണ് ഈ പ്രൈസ് അവർക്ക് ലഭിച്ചത്. അതുപോലെ എക്കണോമിക്സിൽ ആർക്കാ? ബെന്നസ് ബെർണാൻഡ്, ഡഗ്ലസ് ഡബ്ല്യു ഡയമണ്ട്, ദെൻ ഫിലിപ്പ് എച്ച് ഡിബ്വിക്. ഓക്കെ, ഫിനാൻഷ്യൽ ക്രൈസിസ് ആൻഡ് ബാങ്ക്സ്. ഇനി നൊബേൽ പീസ് പ്രൈസ് മൂന്ന് പേർക്കാണ്, അതായത് 2 സംഘടനകൾക്കും ഒരു വ്യക്തിക്കുമാണ് നൊബേൽ പീസ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. നോക്കിയേ, അലസ് ബിയാലിയാസ്കി എന്ന് പറയുന്ന വ്യക്തിക്കും, ദെൻ മെമ്മോറിയൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, റഷ്യയിലുള്ള ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷനാണ് മെമ്മോറിയൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഉക്രൈനിയൻ ഓർഗനൈസേഷന് ലഭിച്ചിട്ടുണ്ട്. റഷ്യ യുക്രൈൻ വാറിലൊക്കെ ഒരുപാട് ഹ്യൂമൻ റൈറ്റ്സ് പ്രവർത്തനങ്ങൾ നടത്തിയ 2 ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ റഷ്യയിലുള്ള മെമ്മോറിയൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷനും നൊബേൽ പീസ് പ്രൈസ് ലഭിച്ചു. ദെൻ ഉക്രൈനിലുള്ള സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷനും എന്ത് ലഭിച്ചു? നൊബേൽ പീസ് പ്രൈസ് ലഭിച്ചു. ഒരു വ്യക്തിക്കും ലഭിച്ചിട്ടുണ്ട്. ഏതാണ് ആ വ്യക്തി? അലസ് ബിയാലിയാസ്കി. ഓക്കെ, അലസ് ബിയാലിയാസ്കി ഫോർ എൻകറേജിംഗ് ദ റൈറ്റ് ടു ക്രിട്ടിസൈസ് പവർ ആൻഡ് പ്രൊട്ടക്ട് ദ സിറ്റിസൺസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. സിറ്റിസന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനും പവറിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനും ഉള്ള കാര്യങ്ങൾക്ക് എൻകറേജ്മെന്റ് നൽകിയതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നൽകിയതിനാണ് ഈ 3 പേർക്ക് നൊബേൽ പീസ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, മറ്റൊരു ഏരിയയാണ്, അല്ലെങ്കിൽ ചോദ്യം വരാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യമാണ്. ഓക്കെ, PM മോദി അഡ്രസ് 90th ഇന്റർപോൾ ജനറൽ അസംബ്ലി ഇൻ പ്രഗതി മൈതാൻ. അപ്പോൾ 90th ഇന്റർപോൾ ജനറൽ അസംബ്ലി നടന്നത് എവിടെയാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. 90th ഇന്റർപോൾ ജനറൽ അസംബ്ലി നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലുള്ള പ്രഗതി മൈതാനിലാണ് 90th ഇന്റർപോൾ ജനറൽ അസംബ്ലി നടന്നത്. ആരാ അത് അഡ്രസ് ചെയ്തത്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിയാണ്, നരേന്ദ്രമോദിയാണ് അഡ്രസ് ചെയ്തത്. ഓക്കെ, പ്രഗതി മൈതാൻ ന്യൂഡൽഹിയിലുള്ള പ്രഗതി മൈതാനിലാണ് 90th ഇന്റർപോൾ ജനറൽ അസംബ്ലി നടന്നത്. വാട്ട് ഈസ് ഇന്റർപോൾ? എന്താണ് ഇന്റർപോൾ? ദ ഫുൾ ഫോം ഈസ് ദ ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ. ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ ആണ് ഇന്റർപോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ഇറ്റ് ഹാവ് എത്ര മെമ്പർ കൺട്രീസ് ഉണ്ട്? 195 മെമ്പർ കൺട്രീസ്. അതൊരു GK ആണ്. 195 മെമ്പർ കൺട്രീസ് ആണ് ഇന്റർപോളിലുള്ളത്. അപ്പൊ ഇന്റർപോളിന്റെ ഫുൾ ഫോം എന്താ? ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ. എത്ര മെമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര മെമ്പർ കൺട്രീസ് ഉണ്ട്? 195 മെമ്പർ കൺട്രീസ് ഉണ്ട്. 90th ഇന്റർപോൾ ജനറൽ അസംബ്ലി എവിടെയാണ് നടന്നത്? ഇന്ത്യയിലാണ്, ന്യൂഡൽഹിയിലാണ്, പ്രഗതി മൈതാനിലാണ്. ആരാണ് അഡ്രസ് ചെയ്തത്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് അഡ്രസ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഹെൽപ്പ് പോലീസ് ഇൻ ഓൾ ഓഫ് ദം ടു വർക്ക് ടുഗദർ ടു മേക്ക് ദ വേൾഡ് എ സേഫർ പ്ലേസ്. വേൾഡ് ഒരു സേഫർ പ്ലേസ് ആയിട്ട് മാറ്റുന്നതിന് വേണ്ടി ടുഗദർ ആയിട്ട് വർക്ക് ചെയ്യാൻ പോലീസിനെ ഹെൽപ്പ് ചെയ്യലാണ് ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ഓൺ September 7, 1923 at the close of the 5-day 1923 Congress session in Vienna as the International Criminal Police Commission. ICPCയുടെ 1923 കോൺഗ്രസ് സെഷനിൽ വെച്ചിട്ടാണ് ഇന്റർപോൾ ഫൗണ്ട് ചെയ്യുന്നത്. ഇന്റർപോൾ ഫോം ചെയ്യുന്നത് എപ്പോഴാണ്? 1923 September 7 എവിടെ വെച്ച്? വിയന്നയിൽ വെച്ച് നടന്നിട്ടുള്ള ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് കമ്മീഷൻ ICPCയുടെ ഒരു കോൺഗ്രസ് സെഷനിൽ 1923 കോൺഗ്രസ് സെഷനിൽ വെച്ചിട്ടാണ് ഇന്റർപോൾ ഫൗണ്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അതുപോലെ ആരാ ഇപ്പോഴത്തെ ഇന്റർപോളിന്റെ പ്രസിഡന്റ് ആരാന്ന് ചോദിക്കാം. അഹമ്മദ് നാസർ അൽ റൈസി. അഹമ്മദ് നാസർ അൽ റൈസിയാണ് 2022 ഇന്റർപോൾ പ്രസിഡന്റ് എന്ന് പറയുന്നത്. 2022 ഇന്റർപോൾ പ്രസിഡന്റ് ആയിട്ട് സെലക്ട് ആയിരിക്കുന്നത് അഹമ്മദ് നാസർ അൽ റൈസിയാണ്. UAE കാരനാണ്, UAEയുടെ ആളാണ് അഹമ്മദ് നാസർ അൽ റൈസി എന്ന് പറയുന്നത്. ആരെയാണ് സക്സീഡ് ചെയ്തത്? കിം ജോങ് യാങ്ങിനെ സക്സീഡ് ചെയ്തിട്ടാണ് UAEയുടെ അഹമ്മദ് നാസർ അൽ റൈസി ഇന്റർപോളിന്റെ പ്രസിഡന്റ് ആയിട്ട് മാറിയത്. ഓക്കെ, ഇനി സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ജർഗൻ സ്റ്റോക്ക് ആണ്. ജർമ്മനിയിലുള്ള ജർഗൻ സ്റ്റോക്ക് ആണ് സെക്രട്ടറി ജനറൽ ഓഫ് ഇന്റർപോൾ എന്ന് പറയുന്നത്. അതുപോലെ ഇന്റർപോളിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ലിയോൺ, ഫ്രാൻസിലെ ലിയോൺ ആണ് ഇന്റർപോളിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ലിയോൺ, ഫ്രാൻസ്. ആരാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്? അഹമ്മദ് നാസർ അൽ റൈസി. UAE ആണ്. ദെൻ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ജർഗൻ സ്റ്റോക്ക് ആണ്. 90th ജനറൽ അസംബ്ലി നടന്നത് എവിടെയാണ്? ഇന്ത്യയിൽ, ന്യൂഡൽഹിയിൽ പ്രഗതി മൈതാനിൽ വെച്ചിട്ടാണ്. 1923 ഇന്റർപോൾ ഫോം ചെയ്യുന്നത്. ഫിഫ വേൾഡ് കപ്പ് എല്ലാവർക്കും അറിയാലോ, കീ പോയിന്റ്സ് ഒക്കെ അറിയാം. ഇനി ഇതിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉണ്ട്, എക്സാമിന് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. കുറച്ച് GK ഉണ്ട്, അത് നമുക്ക് നോക്കാം.
അപ്പോൾ ആരായിരുന്നു വിന്നേഴ്സ്? അർജന്റീനയാണ് അല്ലേ? അർജന്റീനയായിരുന്നു വേൾഡ് കപ്പ് വിന്നേഴ്സ്. ദെൻ ആരെയാണ്? ഫ്രാൻസിനെയാണ് ഡിഫീറ്റ് ചെയ്തത്. ഫ്രാൻസിനെയാണ് ഡിഫീറ്റ് ചെയ്ത് അർജന്റീന വേൾഡ് കപ്പ് വിന്നേഴ്സ് ആയത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഒഫീഷ്യൽ ബോൾ ഏതാ? ഞാൻ വേൾഡ് കപ്പിന്റെ വേറെ, അതായത് എന്താണ്, കളിയുടെ കാര്യങ്ങളൊന്നും കൂടുതൽ പറയുന്നില്ല. നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉണ്ട് ഇതിനകത്ത്, കുറച്ച് GK ഉണ്ട്, അത് മാത്രം നോക്കാം. ഓക്കെ, ഒഫീഷ്യൽ ബോൾ ഏതായിരുന്നു? നമുക്ക് പഠിക്കേണ്ട കാര്യം ഒഫീഷ്യൽ വിന്നേഴ്സ് ആരാ? ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാം, അർജന്റീനയാണ്. അതൊന്നും ആരും തെറ്റിക്കില്ല. ഫ്രാൻസിനെയാണ് ഡിഫീറ്റ് ചെയ്തത്. പിന്നെ ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒഫീഷ്യൽ ബോൾ അൽ റിഹ്ല. ഇതാണ് ബോള്. അൽ റിഹ്ല എന്നാണ് ഇതിന്റെ പേരെന്താ? അൽ റിഹ്ല. അൽ റിഹ്ല എന്ന് പറയുന്നത് ഇബിൻ ബത്തൂത്തയുടെ ഒരു കൃതിയെ ഓർമ്മപ്പെടുത്തുന്ന പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ദ ജേണി എന്നാണ് മീനിങ്. ദ ജേണി എന്നാണ് എന്തിന്റെ മീനിങ്? അൽ റിഹ്ല. അൽ റിഹ്ല മീൻ ചെയ്യുന്നത് എന്താ? ദ ജേണി. A reference to a travelogue written by Ibn Battuta, the 14th century explorer. 14th centuryയിലെ ഒരു എക്സ്പ്ലോറർ ആയിരുന്നു ആര്? ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ട്രാവലോഗിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പേരാണ് അൽ റിഹ്ല എന്നാണ് നമ്മുടെ ഒഫീഷ്യൽ ബോളിന്, ഫിഫയുടെ ഒഫീഷ്യൽ ബോളിന് നൽകിയിരിക്കുന്ന പേര് ദ ജേണി. നോക്കിയേ, ഇതാണ് അൽ റിഹ്ല. ഓക്കെ, അൽ റിഹ്ല ഇസ് ദ ഫസ്റ്റ് വേൾഡ് കപ്പ് ബോൾ to be made exclusively with water based inks and glues. ഇതാണ് പോയിന്റ്. വാട്ടർ ബേസ്ഡ് ഇങ്കും ഗ്ലൂസും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആദ്യത്തെ ബോളാണ്, ആദ്യത്തെ വേൾഡ് കപ്പ് ബോളാണ് ആര്? അൽ റിഹ്ല എന്ന് പറയുന്നത്. അൽ റിഹ്ല എന്താ? ദ ഫസ്റ്റ് വേൾഡ് കപ്പ് ബോൾ ടു ബി മെയ്ഡ് എക്സ്ക്ലൂസീവ്ലി വിത്ത് വാട്ടർ ബേസ്ഡ് ഇങ്ക്സ് ആൻഡ് ഗ്ലൂസ്. ഓക്കെ, ഇനി Al Rihla was to be used in the event until the quarter finals. Al Hilm replaced Al Rihla FIFA World Cup 2022 സെമിഫൈനൽസ് ആൻഡ് ഫൈനൽസ്. ഓക്കെ, സെമിഫൈനൽസിലും ഫൈനൽസിലുമാണ് അൽ റിഹ്ല യൂസ് ചെയ്തത്. അതുവരെ ക്വാർട്ടർ ഫൈനൽസ് വരെ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, ഈ ബോളിന്റെ ഒരു ചരിത്രം നോക്കാം. അറ്റ് ദ ടൈം ഓഫ് ഫസ്റ്റ് ഫിഫ വേൾഡ് കപ്പില് ഒഫീഷ്യൽ ബോളൊന്നും ഇല്ലായിരുന്നു. അതാത് കൺട്രീസ് തന്നെ ബോൾ കൊണ്ടുവരികയായിരുന്നു. ഓക്കെ, അറ്റ് ദ ടൈം ഓഫ് ഫസ്റ്റ് ഫിഫ വേൾഡ് കപ്പ് 1930 there was no official ball. ഒരു ഒഫീഷ്യൽ ബോളൊന്നും ഇല്ല. ആൻഡ് ബോത്ത് ദ ഫൈനലിസ്റ്റ്, ഉറുഗ്വേയും അർജന്റീനയും ആയിരുന്നു അന്നത്തെ ഫൈനലിസ്റ്റ്. ഉറുഗ്വേ ടീ മോഡൽ ബോൾ കൊണ്ടുവന്നു. ആൻഡ് അർജന്റീന ടിഎൻഡോ ബ്രോഡ് ദെയർ ഓൺ ബോൾസ്. അവർ തന്നെ അവരുടെ ബോൾ കൊണ്ടുവരികയായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാനാണ് പ്രൊഡ്യൂസേഴ്സ് മോർ ദാൻ 2/3 ഓഫ് ദ വേൾഡ്സ് ഫുട്ബോൾ. ലോകത്തെ തന്നെ ഫുട്ബോളുകളുടെ 2/3 എവിടെയാണ്? പാകിസ്ഥാനിലെ സിയാൽകോട്ടിലാണ് നിർമ്മിക്കുന്നത്. പാകിസ്ഥാനാണ് പ്രൊഡ്യൂസേഴ്സ്, വിത്ത് സിയാൽകോട്ട് ബീങ് ദ ഹബ് ഓഫ് മാനുഫാക്ചറിങ്. സിയാൽകോട്ടാണ് ഈ ഫുട്ബോൾ മാനുഫാക്ചറിന്റെ ഹബ് എന്ന് പറയുന്നത്. പാകിസ്ഥാനിലെ സിയാൽകോട്ടാണ്, അത് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, പാകിസ്ഥാനിലെ സിയാൽകോട്ടാണ് ഫുട്ബോൾ മാനുഫാക്ചറിങ്ങിന്റെ ഒരു ഹബ് എന്ന് പറയുന്നത്. ലോകത്താകമാനമുള്ള ഫുട്ബോൾസിന്റെ 2/3 എവിടെയാണ്? ഇവിടെയാണ് നിർമ്മിക്കുന്നത്. അപ്പൊ നമുക്ക് ഓർക്കേണ്ടത് 2022 ഖത്തർ ഫിഫ വേൾഡ് കപ്പിലെ ഒഫീഷ്യൽ ബോൾ എന്ന് പറയുന്നത് അൽ റിഹ്ല ആയിരുന്നു. അൽ റിഹ്ല ഇബ്ൻ ബത്തൂത്തയുടെ ഒരു ട്രാവലോഗിനെ ഓർമ്മപ്പെടുന്ന പേരാണ് ദ ജേണി എന്നാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. പിന്നെ വാട്ടർ ബേസ്ഡ് ഇങ്ക്സും ഗ്ലൂസും യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് എവർ വേൾഡ് കപ്പ് ബോളാണ് എന്താ? അൽ റിഹ്ല. അതും കൂടി ഓർത്ത് വെച്ചിരിക്കാം. ദെൻ ഒഫീഷ്യൽ മാസ്കോട്ട് എന്താ? ലഈബ്. Laib was the official mascot for FIFA World Cup 2022. Laib in Arabic translates to super skilled player. സൂപ്പർ സ്കിൽഡ് പ്ലെയർ എന്നർത്ഥം വരുന്ന ലഈബ് എന്ന മാസ്കോട്ടാണ് ഒഫീഷ്യൽ മാസ്കോട്ടായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ഈ സിമ്പൽ അറിയാമല്ലോ അല്ലേ? ദെൻ ഇതെന്താ? ലഈബ് എന്നായിരുന്നു. ദെൻ എന്താണ് അറബിക് ട്രാൻസ്ലേറ്റ് ടു? സൂപ്പർ സ്കിൽഡ് പ്ലെയർ. ഇതായിരുന്നു ഫിഫ വേൾഡ് കപ്പ് 2022ന്റെ ഒഫീഷ്യൽ മാസ്കോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒഫീഷ്യൽ മാസ്കോട്ട് ഏതാ? ലഈബ്. ഒഫീഷ്യൽ ബോൾ ഏതാ? അൽ റിഹ്ല. ഓക്കെ, ഇവിടെ സൂപ്പർ സ്കിൽഡ് പ്ലെയർ എന്നാണ് മീനിങ്. അവിടെ എന്താ? ദി ട്രാവലർ അല്ലെങ്കിൽ ദ ജേണി എന്നായിരുന്നു. ഓക്കെ, ട്രാവലർ അല്ല, ദ ജേണി എന്നായിരുന്നു. റഫേൽ നദാൽ ആൻഡ് ഇഗാ സ്വിയാടെക് ക്രൗണ്ട് ITF വേൾഡ് ചാമ്പ്യൻഷിപ്പ് 2022. നമ്മുടെ ITF വേൾഡ് ചാമ്പ്യൻഷിപ്പ് 2022 ആരൊക്കെയാണ് ക്രൗണ്ട് ആയത്? റഫേൽ നഡാൽ. പുരുഷ വിഭാഗത്തിൽ റഫേൽ നഡാലും വനിതാ വിഭാഗത്തിൽ ഇഗാ സ്വിയാടെക്കും. ഓക്കെ,
Spanish tennis player Rafael Nadal has been named the Men's International Tennis Federation World Champion 2022 for the 5th time after an outstanding 2022 season. ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള 2022 സീസണിന് ശേഷം ആര് തന്നെയാണ്? സ്പാനിഷ് ടെന്നീസ് പ്ലെയർ റഫേൽ നദാൽ ആണ് 5ാമത്തെ പ്രാവശ്യം ITF വേൾഡ് ചാമ്പ്യൻ ആയിരിക്കുന്നത്. മെൻസ് വിഭാഗത്തിൽ ITF വേൾഡ് ചാമ്പ്യൻ എത്രാമത്തെ പ്രാവശ്യ? 5th ടൈമാണ് ആർക്ക്? റഫേൽ നദാലിന് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിനു മുമ്പ് 2008, 2010, 2017, 2019 ഈ 4 വർഷങ്ങളിലും റഫേൽ നദാൽ തന്നെ ആയിരുന്നു ITF വേൾഡ് ചാമ്പ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ 2022ലും ആരാണ്? റഫേൽ നദാൽ തന്നെയാണ് ITF മെൻസ് ചാമ്പ്യൻ, വേൾഡ് ചാമ്പ്യൻ. ഓക്കെ, 5th ടൈം എന്നുള്ളത് ഓർത്തിരിക്കുക. ITF മെൻസ് വേൾഡ് ചാമ്പ്യൻ എന്ന് ഓർത്തിരിക്കുക. റഫേൽ നദാൽ ഏത് രാജ്യക്കാരനാ? സ്പാനിഷാ. ഓക്കെ, അത് ദെൻ ITF വിമൻസ് വേൾഡ് ചാമ്പ്യൻ ആരാ? പോളിഷ് ടെന്നീസ് പ്ലെയർ ആയിട്ടുള്ള ഇഗ സ്വിയാടെക് ആണ് വിമൻസ് ITF വേൾഡ് ചാമ്പ്യൻ 2022 എന്ന് പറയുന്നത്. ഫോർ ഹെർ പെർഫോമൻസ് ഇൻ 2022 വിന്നിംഗ് 2 ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ് ആൻഡ് 8 ടൈറ്റിൽസ്. 8 ടൈറ്റിൽസും കിട്ടിയിട്ടുണ്ട്, 2 ഗ്രാൻഡ് സ്ലാം ടൈറ്റിലും കിട്ടിയിട്ടുണ്ട്. ആർക്ക്? ഇഗ സ്വിയാടെക്കിന്. അങ്ങനെയാണ് അവര് 2022ലെ ITF വേൾഡ് ചാമ്പ്യൻ ആയിട്ട് മാറിയത്, വിമൻസ് വേൾഡ് ചാമ്പ്യൻ. അപ്പോൾ മെൻസ് വേൾഡ് ചാമ്പ്യൻ ആരാ? റഫേൽ നദാൽ. 5th ടൈമാണ് റഫേൽ നദാൽ വേൾഡ് ചാമ്പ്യൻ ആവുന്നത്. അതുപോലെ വിമൻസ് വേൾഡ് ചാമ്പ്യൻ ആരാ? ഇഗ സ്വിയാടെക്, പോളിഷ് ടെന്നീസ് പ്ലെയർ ആണ്. അവർക്ക് 2 ഗ്രാൻഡ് സ്ലാമും 8 ടൈറ്റിലും വിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ദ വിന്നേഴ്സ് വിൽ ബി ഓണേർഡ് അറ്റ് ദ ആനുവൽ ITF വേൾഡ് ചാമ്പ്യൻസ് അവാർഡ് ഇവന്റ് വിച്ച് വിൽ ബി ഹെൽഡ് ഓൺ 8 ജൂലൈ 2023 അറ്റ് വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയം. വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയം, ലണ്ടൻ. എവിടെ വെച്ചിട്ടാ? വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയം ലണ്ടനിൽ വെച്ചിട്ട് നടക്കുന്ന ആനുവൽ ഇവന്റിനാണ് ITF വേൾഡ് ചാമ്പ്യൻ അവാർഡ്സ് നൽകുന്നത്. 2023 ജൂലൈ 8 നൽകേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഈ ക്വസ്റ്റ്യൻ. എവിടെ വെച്ചിട്ടാണ് നൽകുന്നത്? വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയം, ലണ്ടൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം സാധാരണ ഈ ഇവന്റ് നടക്കുന്നത് പാരീസിൽ വെച്ചിട്ടാണ്. ഫ്രാൻസിലെ പാരീസിൽ വെച്ചിട്ടാണ് സാധാരണ യൂഷ്വലി ഈ ഇവന്റ് നടക്കുന്നത്. ഇത്തവണ ഇതിന്റെ അവാർഡ് നൽകുന്നത്, അല്ലെങ്കിൽ ഈ അവാർഡ് ഈവന്റ് നടക്കുന്നത് വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയം, ലണ്ടൻ. ഓക്കെ, ക്വീൻ എലിസബത്ത് സെക്കൻഡിന്റെ മരണമാണ്. ബ്രിട്ടൻസ് ലോങ്സ്റ്റ് റെയിനിങ് മൊണാർക്ക് ആയിരുന്നു ആര്? ക്വീൻ എലിസബത്ത് സെക്കൻഡേത്. ഡൈഡ് ആഫ്റ്റർ 70 years ഓൺ ദ ത്രോൺ അറ്റ് ദ ഏജ് ഓഫ് 96. 96ാമത്തെ വയസ്സിൽ 70 വർഷത്തെ ഭരണത്തിന് ഒടുവിലാണ് ആര്? ക്വീൻ എലിസബത്ത് സെക്കൻഡ് മരണപ്പെടുന്നത്. കിങ് ചാൾസ് III has taken oath as head of state in the British constitutional monarchy after the demise of Queen Elizabeth II. ഇവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ഉണ്ട്, കുറച്ച് GK ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ കുറച്ച് പോസിബിലിറ്റി കൂടിയ അല്ലെങ്കിൽ പ്രോബബിലിറ്റി കൂടിയ കുറച്ച് ഏരിയാസ് ഉണ്ട്. ആ പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആരാ പുതിയ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത്? കിങ് ചാൾസ് III. കിങ് ചാൾസ് III ആണ് head of the state in the British constitutional monarchy after the demise of Queen Elizabeth II. Queen Elizabeth II ശേഷം കിങ് ചാൾസ് III ആണ് ബ്രിട്ടീഷ് മൊണാർക്കിയുടെ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. വിത്ത് ദ ഡെത്ത് ഓഫ് ക്വീൻ എലിസബത്ത് II, ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് ബിക്കെയിം ആക്റ്റീവ് ഇൻ ബ്രിട്ടൻ. അതായത് അവരുടെ മരണാനന്തരം വന്ന ഒരു വേർഡാണ്, നമ്മൾ ന്യൂസിലൊക്കെ ഒരുപാട് കേട്ടു, ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ്. എന്താ ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് നമുക്ക് നോക്കാം. ദിസ് ഈസ് എ പ്രോട്ടോകോൾ ദാറ്റ് ഹാസ് ബീൻ ഇൻ പ്ലേസ് സിൻസ് ദ അനൗൺസ്മെന്റ് ഓഫ് ദ ക്വീൻസ് ഡെത്ത് ബൈ ബക്കിംഗ്ഹാം പാലസ് ഓൺ 8th സെപ്റ്റംബർ. അതായത് പാലസിൽ നിന്ന് ക്വീനിന്റെ മരണത്തെ പറ്റി ഒരു ഒഫീഷ്യൽ അറിയിപ്പുണ്ടാകും. അതുവരെയുള്ള ഒരു പ്രോട്ടോകോളാണ് എന്ത്? ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വീനിന്റെ മരണത്തോടു കൂടി ഈ ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് ആക്റ്റീവായി ബ്രിട്ടനിൽ. എന്താ? വിത്ത് ദ ഡെത്ത് ഓഫ് ക്വീൻ എലിസബത്ത് II, ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് ബിക്കെയിം ആക്റ്റീവ് ഇൻ ബ്രിട്ടൻ. ദിസ് ഈസ് എ പ്രോട്ടോകോൾ ദാറ്റ് ഹാസ് ബീൻ ഇൻ പ്ലേസ് സിൻസ് ദ അനൗൺസ്മെന്റ് ഓഫ് ദ ക്വീൻസ് ഡെത്ത് ബൈ ബക്കിംഗ്ഹാം പാലസ് ഓൺ 8th സെപ്റ്റംബർ. അപ്പോൾ ബക്കിംഗ്ഹാം പാലസിൽ നിന്നും ക്വീനിന്റെ ഡെത്ത് അനൗൺസ് ചെയ്യുന്നത് വരെയുള്ള ഒരു പ്രോട്ടോകോളാണ് എന്ത്? ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ്?
Operation London Bridge is the planning of events in the UK following the death of the head of state. Head of state ന്റെ ഡെത്തിനെ ഫോളോ ചെയ്തിട്ട് വരുന്ന ഈവൻസിന്റെ പ്ലാനിംഗ് ആണ് എന്ത്? UK-യിൽ ഫോളോ ചെയ്യുന്ന ഈവൻസിന്റെ പ്ലാനിംഗ് ആണ് എന്ത്? ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. Then the Prime Minister in Britain will first issue a statement on the news of the death from the government. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ആണ് ഫസ്റ്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഒഫീഷ്യലി കൊണ്ടുവരുന്നത്. എന്തിനെ പറ്റി? ഈ ഡെത്തിനെ പറ്റി ഒരു ഒഫീഷ്യൽ ന്യൂസ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ഗവൺമെന്റിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത്. ആഫ്റ്റർ ദാറ്റ് ഷീ വിൽ അഡ്രസ് ദ പബ്ലിക്. അതിനുശേഷം മാത്രമായിരിക്കും പബ്ലിക്കിനെ അഡ്രസ് ചെയ്ത് ഈ കാര്യം പറയുന്നത്. അതാണ് ആ ഒരു പ്രോസസ്സാണ്. അല്ലെങ്കിൽ ഒരു ഈവൻസ് ഉണ്ട്, കുറച്ച് ഈവൻസ് ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. അവിടുത്തെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് മരണപ്പെട്ടാൽ പിന്നെ ചെയ്യേണ്ട കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിനെയാണ് എന്ത്? ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? അവിടുത്തെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ക്വീനിന്റെ ഡെത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുപോലെ പുതിയ ഭരണാധികാരി വരുന്നതിനും ഒരു പേര് പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ഇനി ക്വീൻ എലിസബത്ത് സെക്കൻഡിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ക്വീൻ എലിസബത്ത് സെക്കൻഡ് വാസ് ബോൺ ആസ് എലിസബത്ത് അലക്സാൻഡ്ര മാരി. എലിസബത്ത് അലക്സാൻഡ്ര മാരി എന്നായിരുന്നു അവരുടെ പേര്. On 21st April 1926 as the first child of the Duke and Duchess of York. ഡ്യൂക്ക് ഓഫ് യോർക്കിന്റെയും ഡച്ചസ് ഓഫ് യോർക്കിന്റെയും. അതായത് പിന്നീട് അവര് കിങ് ജോർജ് 6 ആൻഡ് ക്വീൻ എലിസബത്ത് ആയിട്ട് മാറിയിട്ടുണ്ട്. അവരുടെ മകളായിട്ട് എലിസബത്ത് അലക്സാൻഡ്ര മേരി ആയിട്ടാണ് ക്വീൻ എലിസബത്ത് സെക്കൻഡിന്റെ ജനനം. ഷീ അക്സീഡഡ് ടു ദ ത്രോൺ ഓൺ 6th February 1952 എന്ന 1952 at the age of 25 after her father King George VI died. കിങ് ജോർജ് 6 മരണശേഷം തന്റെ 25ാമത്തെ വയസ്സിലാണ് ആര്? ക്വീൻ എലിസബത്ത് സെക്കൻഡ് കിരീട അവകാശിയാവുന്നത്. She was crowned as Queen of Britain and other realms including Canada and Australia on 2nd June 1953. 2nd June 1953 ബ്രിട്ടന്റെയും കാനഡയുടെയും ഓസ്ട്രേലിയയുടെയും മറ്റ് അവരുടെ കോമൺവെൽത്ത് രാജ്യങ്ങളുടെയൊക്കെ ക്വീനായിട്ട് അവര് കിരീടാവകാശിയായിട്ട് മാറുന്നത് എന്നാ 1953 അപ്പോൾ പിന്നീട് ജോർജ് 6 മരണശേഷം അവരുടെ ഫാദറായിരുന്ന ജോർജ് 6 മരണശേഷം തന്റെ 25ാമത്തെ വയസ്സിലാണ് അവർ അധികാരത്തിൽ വരുന്നത്. ഷീ ഈസ് ഓൾസോ ഹെഡ് ഓഫ് ദി കോമൺവെൽത്ത് ആൻഡ് ദ സുപ്രീം ഗവർണർ ഓഫ് ദ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ സുപ്രീം ഗവർണർ ആരാണ്? ക്വീന് തന്നെയാണ്. അതുപോലെ ഹെഡ് ഓഫ് കോമൺവെൽത്ത് കൺട്രീസിന്റെ ഹെഡും ആര് തന്നെയാണ്? ക്വീന് തന്നെയാണ്. Then 1945 she had actively joined World War II. World War II അവർ ആക്റ്റീവായിട്ട് ജോയിൻ ചെയ്തിരുന്നു ആസ് എ ഡ്രൈവർ ഇൻ ദ വിമൻസ് ഓക്സിലറി ടെറിട്ടോറിയൽ സർവീസ്. വിമൻസ് ഓക്സിലറി ടെറിട്ടോറിയൽ സർവീസിലെ ഡ്രൈവറായിട്ട് ജോയിൻ ചെയ്ത് വേൾഡ് വാർ സെക്കൻഡിലും അവർ ആക്റ്റീവായിട്ട് പങ്കെടുത്തിരുന്നു. ഫോർ മോസ്റ്റ് ഓഫ് ഹർ സബ്ജക്ട്സ് ഷീ വാസ് ദ ഓൺലി മൊണാർക്ക് ദേ ഹാഡ് എവർ നോൺ. അവരുടെ കൂടുതൽ സബ്ജക്ട്സിനും അല്ലെങ്കിൽ ജനങ്ങൾക്കും പ്രജകൾക്കും അവർ മാത്രമായിരുന്നു അറിയപ്പെടുന്ന ഒരേ ഒരു മൊണാർക്ക് എന്ന് പറയുന്നത്. ഫീച്ചറിങ് ഓൺ സ്റ്റാമ്പ്സ്, ബാങ്ക് നോട്ട്സ് ആൻഡ് കോയിൻസ് ആൻഡ് ഇമ്മോർട്ടലൈസ്ഡ് ഇൻ ദ പോപ്പുലർ കൾച്ചർ. കാരണം 70 years ആണ്, 25 ഏജ് മുതൽ 96 വരെ 70 years ആണ് അവര് ബ്രിട്ടീഷ് രാജ്ഞിയായിട്ട് ഇരുന്നത്. ഷീ സോ 14 പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് UK ഡ്യൂറിംഗ് ഹെർ റെയിൻ ഫ്രം വിൻസ്റ്റൺ ചർച്ചിൽ ടു ലിസ് ട്രസ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആരാ? ലിസ് ട്രസ്. അപ്പോൾ ആദ്യത്തെ വിൻസ്റ്റൺ ചർച്ചിൽ മുതൽ ലിസ് ട്രസ് വരെ 14 പ്രൈം മിനിസ്റ്റേഴ്സിനെയാണ് ക്വീൻ എലിസബത്ത് സെക്കൻഡ് അവരുടെ ആ ഒരു ഭരണകാലഘട്ടത്തിൽ കണ്ടുപോയത്. In 2015, Queen Elizabeth became the longest serving British monarch. Longest serving British monarch ആരെന്നുള്ള ചോദ്യത്തിന് ഉത്തരം 70 years ആണല്ലേ. അപ്പോൾ ലോങ്സ്റ്റ് സെർവിങ് ബ്രിട്ടീഷ് മൊണാർക്ക് ആരാണ്? ക്വീൻ എലിസബത്ത് സെക്കൻഡ്. അത് ഇനി ഇതിനെ കഴിഞ്ഞ് മറ്റൊരാൾ വരുന്നത് വരെ ഇതിങ്ങനെ തന്നെ നിലനിൽക്കും. അതൊരു സ്റ്റാറ്റിക് GK ആയിട്ട് നിൽക്കും. ലോങ്സ്റ്റ് സെർവിങ് ബ്രിട്ടീഷ് മൊണാർക്ക് എന്ന് പറയുന്നത് ആരാണ്? ക്വീൻ എലിസബത്ത് സെക്കൻഡ് ആണ്. ഓക്കെ. സർപ്രൈസിങ് ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ക്വീൻ വിക്ടോറിയ. ക്വീൻ വിക്ടോറിയയെ മറികടന്നാണ് 2015
Queen Elizabeth II, longest serving British monarch ആയി മാറിയത്. Okay. Upon the Queen's death, her eldest son Charles, Prince of Wales, immediately acceded to the throne as King of the United Kingdom and 14 other Commonwealth realms. Plans for the Queen's death and the accession of Charles to the British throne are codenamed Operation London Bridge and Operation Springtide. ഇവിടെയാണ് നമ്മൾ നോക്കേണ്ട രണ്ട് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ക്വീൻ ഡെത്ത് ആണ്. നമ്മുടെ ക്വീൻ എലിസബത്ത് II ഡെത്തിനെയാണ്, ഡെത്തുമായിട്ട് ബന്ധപ്പെട്ട പ്ലാൻസിനെയാണ് ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതുപോലെ ഓപ്പറേഷൻ സ്പ്രിംഗ് ടൈഡ് എന്ന് പറയുന്നത് അവരുടെ മകനായ ചാൾസിന്റെ അക്സഷൻ ഓഫ് ചാൾസ് ആണ് എന്തറിയപ്പെടുന്നത്, ഓപ്പറേഷൻ സ്പ്രിംഗ് ടൈഡ് എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് ലോങ്സ്റ്റ് സെർവിങ് ബ്രിട്ടീഷ് മൊണാർക്ക്, 70 years ഓഫ് റെയിൻ, ക്വീൻ എലിസബത്ത് II. ദെൻ ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് എന്താ, അവരുടെ ഡെത്തുമായിട്ട് ബന്ധപ്പെട്ട പ്ലാൻസ്. ദെൻ ഓപ്പറേഷൻ സ്പ്രിംഗ് ടൈഡ് എന്താ, അക്സഷൻ ഓഫ് ചാൾസ്. ഓക്കെ, ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ആരാ, ലിസ്ട്രസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഏകദേശം 2022 നിന്ന് അല്ലെങ്കിൽ 2022 കറണ്ട് അഫേഴ്സ് ആൻഡ് GK സെക്ഷനിൽ നിന്ന് നമുക്ക് ചോദ്യം വരാൻ ചാൻസ് കൂടിയ ഏരിയാസ് നമ്മൾ മിക്കവാറും ഉള്ളതൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം കുനോ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ഓർക്കണം, മധ്യപ്രദേശാണ്. അതുപോലെ ദ്രൗപദി മുർമു സ്റ്റേറ്റ് ഒഡീഷയാണ്, 15th പ്രസിഡന്റ് ആണ്, ഫസ്റ്റ് ട്രൈബൽ പ്രസിഡന്റ് ആണ്, സെക്കൻഡ് വുമൻ പ്രസിഡന്റ് ആണ്. ഇതൊക്കെ ഓർക്കുക. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ പ്രസിഡന്റ് ആണ്, അതോർക്കുക. യങ്ങസ്റ്റ് ആണ്, 64 years ഓൾഡ് ആണ്. അതുപോലെ ഏത് സ്റ്റേറ്റിന്റെ ഗവർണർ ആയിരുന്നു, ജാർഖണ്ഡിന്റെ ഫോമർ ഗവർണർ ആയിരുന്നു, സാന്താൾ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ പെട്ടതാ. ഒഡീഷയാണ് സ്റ്റേറ്റ്, അതോർക്കുക. മയൂർഭഞ്ച് ഡിസ്ട്രിക്റ്റ് ആണ്. ദെൻ കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ നിന്നാ ചീറ്റാസിനെ കൊണ്ടുവന്നേ, സൗത്ത് ആഫ്രിക്കയിലെ നമീബിയയിൽ നിന്ന്. പിന്നെ ദെൻ INS വിക്രാന്ത് നമ്മൾ പറഞ്ഞു, ഇൻഡിജീനിയസ്ലി ഡെവലപ്പ് ചെയ്ത ഫസ്റ്റ് എയർക്രാഫ്റ്റ് ആണ്, കൊച്ചിൻ ഷിപ്പ്യാർഡാണ്, അത് ഓർക്കണം. അതുപോലെ ഫിഫ വേൾഡ് കപ്പ് നോക്കി, അൽ റിഹില, ലൈബ്, ഇത് രണ്ടും നോക്കി വെക്കുക. സാധാരണ നമ്മൾ പ്ലേയേഴ്സിന്റെ കാര്യവും കൺട്രീസും ഒക്കെ ഓർത്തിരിക്കാറുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കൂടിയ ഏരിയാസ് ആണ് പറഞ്ഞത്. ഒഫീഷ്യൽ മാസ്കോട്ടും ദെൻ ഒഫീഷ്യൽ ബോളും. അതുപോലെ ക്വീൻ എലിസബത്ത് II ഡെത്തിനെ പറ്റി പറഞ്ഞു. ITF വേൾഡ് ചാമ്പ്യൻസ് പറഞ്ഞു, റഫേൽ നഡാലും ഇഗ സ്വിയാടെക്കും. ദെൻ നൊബേൽ 2022, അത് ഓർത്തു വെക്കുക. നെയിംസ് എല്ലാം എങ്ങനെയെങ്കിലും ഓർത്തു വെച്ചിരിക്കണം. അപ്പൊ ഇത്രയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് 2022 നിന്നും ചോദ്യം വരാൻ സാധ്യതയുള്ളത് കർത്തവ്യപഥ്, രാജ്പഥിന്റെ നെയിം റീനെയിം ചെയ്ത് കർത്തവ്യപഥ് ആക്കിയിട്ടുണ്ട്. 90th ഇന്റർപോൾ ജനറൽ അസംബ്ലി നടന്നത് എവിടെയാ, പ്രഗതി മൈതാൻ എവിടെയാണ്, ന്യൂഡൽഹിയാണ്. ഇതൊക്കെ ഓർത്തു വെച്ചിരിക്കാം. അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങളാവുമ്പോൾ നമുക്ക് ചോദ്യം വരാൻ ചാൻസ് കൂടിയ ഏരിയാസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും കറണ്ട് അഫയേഴ്സ് പോർഷനിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് മറ്റൊരു സെഷനിൽ കാണുന്നത് വരെ താങ്ക് യു. ഹാപ്പി ലേണിംഗ്.